എല്ലാവർക്കും നമസ്കാരം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. രേണുവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ തന്നെയാണിത്. ഇഷ്ടമുള്ളവർക്ക് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തു പോകാം. നമ്മളെയൊക്കെ പൊട്ടന്മാരാക്കിക്കൊണ്ട് രേണുവിന്റെ സുഹൃത്ത് അർഷാദ് എന്ന് പറയുന്ന ഒരു പരമ മറ്റവൻ ഒരു വീഡിയോ ഇട്ടിരുന്നു കഴിഞ്ഞ ദിവസം. ആ വീഡിയോ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്തിരുന്നു. ആ റിയാക്ട് ചെയ്തപ്പോൾ അതിന്റെ അകത്ത് വന്ന് നിരവധി ആൾക്കാർ കമന്റ് ഇട്ടിരുന്നു. ഇതൊക്കെ രേണുവിന്റെ ഒരു കള്ളക്കളികളാണ്, രേണു പറഞ്ഞിട്ടായിരിക്കണം ഇവൻ ഈ വീഡിയോ ഇട്ടത് എന്ന രീതിയിലൊക്കെ ആൾക്കാർ കമന്റ് ഇട്ടിരുന്നു. അന്നേരം ഞാൻ അതിനൊരു മറുപടിയും പറഞ്ഞില്ല. അപ്പൊ ഇപ്പോഴ് എനിക്ക് ഇതിന് ഒരു മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇത് വളരെ കൃത്യമായിട്ട് രേണു തന്നെ വന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ പറയുന്ന അർഷാദ് എന്ന് പറയുന്ന പരമനാറി അവന്റെ വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഈ പറയുന്ന രേണു പാനിൽ എന്തോ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവനൊരു വീഡിയോ ഇട്ടിരുന്നു. അതെടുത്ത് എല്ലാവരും റിയാക്ട് ചെയ്തിരുന്നു. കാരണം രേണു ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്നും അല്ലെ ഇങ്ങനെ ഒരു കടുങ്കൈയിലേക്ക് പോകുമെന്നും ആരും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാനും എടുത്ത് ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തു. എന്നാൽ രേണു ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് കൃത്യമായിട്ടും പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ പരമനാറി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി കേട്ടല്ലോ. അപ്പോ ഈ രേണു അതിന് മറുപടി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളെ ആദ്യം പറഞ്ഞു കേൾപ്പിക്കാം. ഒരുത്തന്റെ വീഡിയോ കണ്ടും മനം നൊന്ത് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളല്ല രേണു സുധി. ഓക്കെ, പണ്ടേ ചെയ്തേനെയും അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അവിടെ ഒന്ന് എഴുതിയിട്ടിരിക്കുകയാണ്. പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് പുള്ളിക്കാരി എഴുതിയിട്ടിരിക്കുകയാണ്. ഇവിടെ റീച്ചിന് വേണ്ടി സ്വന്തം കൂട്ടുകാരൻ എന്ന് അവകാശപ്പെടുന്ന ഈ നാറി അവനാണ് ഇതെല്ലാം പറഞ്ഞുണ്ടാക്കിയത്. അതിൻ്റെ അകത്ത് അവൻ കിച്ചുവിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ അവൻ പറയുന്നുണ്ട്. ഇവൻ ആ കിച്ചുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ആദ്യം നിങ്ങളൊന്ന് കേട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഇവൻ അതിൻ്റെ അകത്ത് പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്. ഇവന് രണ്ടെണ്ണം കൊടുത്തേ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. കിച്ചു എന്ന് പറയുന്ന ഒരുത്തൻ അവനെ എന്താ പറയുക, കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാരും കുറച്ച് അമ്മച്ചിമാരും എല്ലാം സ്വന്തം മകനായിട്ട് കേരളത്തിന്റെ ദത്തുപുത്രനായിട്ടൊക്കെ കൊണ്ടുനടക്കുന്നത്. ഈ നാറിയൊന്നും അങ്ങനെ മോനല്ല, അവനൊന്നും അങ്ങനെ കൊണ്ടുനടക്കില്ല. രേണു പറയാതെ പറഞ്ഞു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവൻ പറഞ്ഞത് 2 വയസ്സ് വരെ അവന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുള്ളൂ, പെറ്റമ്മയുടെ സ്നേഹം കിട്ടും. പെറ്റമ്മയുടെ സ്നേഹം കിട്ടണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണം. പെറ്റമ്മ പോയത് പോട്ടെ, പോറ്റമ്മ വന്നല്ലോ. സ്വന്തം അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാനായിട്ട് പഠിക്കണം, ശരിയല്ലേ? അമ്മയെ അമ്മയായിട്ട് കാണണം, എങ്കിലേ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അമ്മയുടെ മറ്റൊരു രീതിയിൽ കണ്ടിട്ടുണ്ട് ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിനകത്ത് ഈ പരനാറി പറഞ്ഞിരിക്കുന്നത് സ്വന്തം അമ്മയെ അമ്മയായിട്ട് കാണണമെന്ന്. അതായത് ഈ പറയുന്ന കിച്ചു ഈ രേണുവിനെ അമ്മയായിട്ട് കണ്ടിട്ടില്ലെന്നാണ് ഇവൻ പറയുന്നത്. അങ്ങനെയുള്ള വൃത്തികേട്ടുകളാണ് ഇവൻ അവന്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു വെച്ചത്, കിച്ചുവിനെ വലിച്ചു കീറാനായിട്ടും ഇട്ടുകൊടുത്തിരിക്കുന്നത്. ഇവൻ പറഞ്ഞത് നമുക്ക് ഒട്ടും അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞങ്ങനെ പോയെങ്കിലും ഈ ഒരു കാര്യം എടുത്തൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ നാറി എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? ഇവനോട് ആരാണ് പറഞ്ഞത് കിച്ചു ഈ പറയുന്ന രേണുവിനെ അമ്മയായിട്ട് കണ്ടിട്ടില്ലെന്നും വേറൊരു കണ്ണിലാണ് കണ്ടിട്ടുള്ളതെന്നൊക്കെ? ഇതുപോലൊക്കെ ഇവൻ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? കിച്ചു എന്ന് പറയുക മയക്കുമരുന്ന് ഉപയോഗിക്കും എന്നുള്ള കാര്യം കിച്ചുവിന്റെ വീഡിയോയിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കേസുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഒരു അടച്ച മുറിയിൽ ഇരുന്നു കൊണ്ടായിരുന്നു അവന്റെ ജീവിതം മൊത്തം എന്നൊക്കെ അവൻ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഈ ഒരു അലിഗേഷൻ ഈ നാറി വെച്ചത് ഇവൻ റീച്ചിന് വേണ്ടിയല്ലേ? ഇവൻ പറഞ്ഞ ആ ഒരു കാര്യം രാവിലെ എഴുന്നേറ്റ് വന്നപ്പം ഈ പറയുന്ന രേണുവിന്റെ ചേട്ടൻ ലിബു എന്ന് പറയുന്നവനാണ് അഴിച്ചോണ്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതെന്നും ഒക്കെയാണ് ഇവൻ വന്ന് അന്ന് വെച്ച് കാച്ചിയത്. പക്ഷെ രേണു പറയുന്നു അങ്ങനെ ഒരു സംഭവമില്ല, ഒരുത്തന്റെ വീഡിയോ കണ്ട് ഞാൻ അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്നവളെ അല്ല എന്ന് രേണു കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. അപ്പോൾ നമ്മളെയൊക്കെ പൊട്ടന്മാരാക്കിക്കൊണ്ട് എല്ലാ മനുഷ്യരെയും ഒരുമാതിരി ഇതാക്കുന്ന രീതിയിൽ പറഞ്ഞ ഇവനെയൊക്കെ കൂട്ടുകാരനാക്കി കൊണ്ടു നടക്കുന്ന രേണുവിനെ പറഞ്ഞാൽ മതിയല്ലോ. ഇവന്റെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്, അതോടെ നിങ്ങളൊന്ന് കേട്ടു നോക്കി. രേണുവിനെ രാവിലെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുന്നതിന് മുന്നും അതിന് തലേന്ന് ചങ്ങനാശ്ശേരിയിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പും അവളുടെ വീട്ടുകാർ എന്നെ ഡെയിലി വിളിക്കാറുണ്ട്. അവളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ അവളോ ഒക്കെ വിളിക്കാറുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. എനിക്കറിയായിരുന്നു നിങ്ങൾ വേറെ വൈകി അറിഞ്ഞതിൽ ഞാൻ ഉത്തരവാദിയല്ല, എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിലൊന്നും യാതൊരു ഒരു തെറ്റായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് പൊള്ളുകയാണെന്നുണ്ടെങ്കിൽ അതെന്റെ ഉത്തരവാദിത്വം അല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്നൊന്നും റീച്ച് ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കാനൊന്നും നടക്കുന്ന ആളല്ല. എനിക്ക് എന്റെ ആവശ്യമില്ല. ഞാൻ നേരത്തെ അറിഞ്ഞത് തന്നെയാണ്. പിന്നെ അത്യാസന്ന നിലയിൽ നിന്ന് നിങ്ങൾ മാത്രമാണോ? ഇവൻ പറയുന്നത് കേട്ടോ, ഇവൻ പറഞ്ഞതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്നും അവൻ തെറ്റൊന്നും പറയത്തില്ലെന്നൊക്കെയാണ് ഈ നാറി പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇവൻ പറഞ്ഞത് എന്താ ഇവനെ പറയേണ്ടത്? ഇവനെയൊക്കെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കൊണ്ടു നടക്കുന്ന രേണുവിനെ പറഞ്ഞാൽ മതിയല്ലോ, അല്ലേ? ഇപ്പൊ വേണ്ട രേണുവിനെ തന്നെ വലിയൊരു കുഴി അങ്ങോട്ട് കുഴിച്ചു വെച്ചിരിക്കുകയാണ് ഈ നാറി. പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. എന്നിട്ട് രേണു അതിലൊരു പോസ്റ്റൂടെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഒന്നും ചെയ്യത്തുമില്ലെന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പൊ ആരായി? കഷ്ടം. നമുക്ക് അങ്ങനെയുള്ള റീച്ചും കാര്യങ്ങളൊന്നും വേണ്ട. ആ പെങ്കൊച്ചിനെ എനിക്കറിയാം. അവളെ നിങ്ങളെക്കാൾ മുന്നേ പരിചയപ്പെട്ട ആളെയാണ്. എനിക്ക് കറക്റ്റായിട്ട് അവളെ എല്ലാവിധ അപ്ഡേഷൻസും അറിയാം. എന്ത് കാര്യം ഉണ്ടായാലും അവൾ ഫസ്റ്റ് ടൈം എന്നെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അത് അവള് മാത്രമല്ല, അവളെ വീട്ടുകാരടക്കം എല്ലാവരും, വീട്ടുകാരും നാട്ടുകാരും രേണു സഹിതം എല്ലാ കാര്യങ്ങളും ഇവനോട് പറയുമെന്നാ പറഞ്ഞേക്കണേ.
എന്നിട്ടാണ് ഈ മൂഞ്ചി ഇങ്ങനത്തെ ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കിയത്. അപ്പൊ ഈ കാര്യം ഇനി രേണു പറഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതെന്നുള്ളത് പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യത്തിന് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇതുപോലെ തന്നെ റീച്ചിന് വേണ്ടി പല കാര്യങ്ങളും കാണിക്കുന്ന കൂട്ടരാണ് ഇവര്. അതുകൊണ്ട് തന്നെ ഇവരെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ രേണു രോഗശൈലിയിൽ കടന്നിട്ട് പോലും രേണു അവിടെ നിന്ന് എഴുന്നേറ്റ് കിച്ചുവിനെ തെറിവിളിച്ച് വീഡിയോ ഇട്ടത് നമ്മൾ കണ്ടതാണ്. പല കാര്യങ്ങളും ഞാൻ പറയും, നിന്റെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചുവിനെ ഭീഷണിപ്പെടുത്തുന്ന രേണുവിന്റെ ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടതുമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു നാടകം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഈ പറയുന്ന അർഷാദ് എന്ന് പറയുന്നവൻ കൂട്ടുകാരനാന്ന് പറയുന്നു. ഫിലിമൊക്കെ എന്താ പറയാ, ഷോർട്ട് ഫിലിമൊക്കെ ഡയറക്ട് ചെയ്തിട്ടുള്ളവനാണ്, കൂടെ അഭിനയിച്ചിട്ടുള്ളവനാണ്. ഇവനാണ് വന്ന് ഇങ്ങനത്തെ ഒരു അലിഗേഷൻ കിച്ചുവിനെതിരെ പറഞ്ഞതും അതോടൊപ്പം തന്നെ രേണു ഫാനിൽ എന്തോ ചെയ്തു എന്ന കാര്യവും പറഞ്ഞത് അല്ലേ. എന്തായാലും രേണു സുധിയുമായി ബന്ധപ്പെട്ട അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അനുമോള് ഈ രേണുവിനെ പോയി കണ്ടിരുന്നു. കണ്ട സമയത്ത് ഈ അനുമോള് മാത്രമല്ല പോയത്, ആദില, നൂറ, ഇവർ 3 പേരുടെ പാട്ടാ ഗേൾസ്, ഇവർ 3 പേരുമാണ് പോയി കണ്ടത്. അന്നേരം ഈ പറയുന്ന അനുമോളെ വിളിച്ച് കാര്യങ്ങൾ പറയാനും നിങ്ങൾ വന്നൊന്ന് കാണണമെന്ന് രേണുവിന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ കിച്ചുവിനെ ഒന്ന് ഫോൺ വിളിക്കാനോ, മോനെ നീ ഒന്ന് ഇങ്ങോട്ടൊന്ന് വന്നേടാ എന്ന് സംസാരിക്കാനോ രേണുവിന് പറ്റുന്നില്ല. അവിടെ രേണുവിന് ഈഗോ. പക്ഷെ കിച്ചുവിനെ വലിച്ചു കീറാനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, എന്തായാലും അനുമോൾ പറയുന്ന കാര്യം ഒന്ന് കേട്ടു. അടുത്ത് പോയത് കണ്ടു. എന്താ ആളുടെ എങ്ങനെ പുള്ളിക്കാരിക്ക് എന്താ പറയണ്ട, ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം ഞാൻ ഇപ്പോഴാണ് പുള്ളിക്കാരി കാണുന്നത്. അപ്പൊ പുള്ളിക്കാരി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ബിഗ് ബോസിൽ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു, നേരിൽ കാണണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഓൾറെഡി നിങ്ങൾ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, പോയി. അതിന് മുന്നേ പുള്ളിക്കാരി ഇങ്ങോട്ട് വിളിച്ചു, എന്നെ, ആദില, നൂറയൊക്കെ. അപ്പൊ വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു സമയം നോക്കി വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു. ഹെൽത്ത് ഒക്കെ ഇച്ചിരി മോശമാണ്, പിന്നെ ഓക്കെ ആയി റിക്കവറായി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക, വരും, ഉറപ്പായിട്ടും വരും. പിന്നെ ഇപ്പൊ കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് നെഗറ്റീവ് ഇതൊക്കെ കാണുന്നുണ്ട്, പുള്ളിക്കാരിക്ക് അതൊക്കെ കാണുന്നതുകൊണ്ട് അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഇതിലാണ് പുള്ളിക്കാരി ഓരോ വീഡിയോ ഞങ്ങൾ പറഞ്ഞു. ഇവിടെ ചുമ്മാവൊന്നുമല്ല നെഗറ്റീവ് വന്നത്, കിച്ചുവിനെ വലിച്ചിട്ടത് രേണു തന്നെയാണ്. അപ്പം മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്തം കിച്ചുവിനുണ്ടായിരുന്നു. കിച്ചു മറുപടി കൊടുത്തു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി കിടക്കയിൽ കിടന്ന രേണു എഴുന്നേറ്റ് നിന്ന് ഒരു വീഡിയോ പറഞ്ഞതാണ് ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ എന്താ പറയുക, ക്യാൻസർ രോഗിയായിട്ടിരിക്കുന്ന ഒരാള് അവരവരുടെ ആരോഗ്യം കൂടെ നോക്കണം. അല്ലാതെ ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്. ഈ രേണു മാത്രമല്ല ക്യാൻസർ രോഗി. ഇപ്പൊ ഈ ലോകത്തിൽ രേണു മാത്രമേ ഉള്ളൂ ക്യാൻസർ രോഗി എന്ന രീതിയിലാണ് ഓരോരുത്തർ ചിത്രീകരിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കുടുംബത്തിലും ഒക്കെ ഉണ്ടെന്നേ. അവരാരും ഈ രേണു കാണിക്കുന്ന പോലത്തെ പരിപാടി കാണിക്കുന്നില്ല. രേണു പറയുന്നുണ്ട്, ഒരു വായിക്കൂടെ ഞാൻ സുവിശേഷം വേലയ്ക്ക് വേണ്ടി പോകുന്നുവെന്ന്, ഒരു വായിക്കൂടെ ഒരു ശാപവുമായിട്ട് ഇറങ്ങുന്നുണ്ട് ഒരു സമയത്ത്. ഈ പറയുന്ന കിച്ചുവിനെ ശപിക്കുന്നു, അവരെ ശപിക്കുന്നു, ഇവരെ ശപിക്കുന്നു. എടാ, ദൈവവേലയും കൊണ്ട് ഇറങ്ങുന്ന ആള് എന്തിനാടാ ഇതൊക്കെ പറയാൻ പോകുന്നത്? അപ്പൊ ഇവരുടെ ഇതൊന്നും എന്താ പറയുക, നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ദൈവവേലയ്ക്ക് പോകുന്ന ആള് അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ച് സംസാരിക്കാൻ പോകുന്ന ആളുടെ വായിൽ നിന്ന് വരേണ്ട കാര്യങ്ങളൊന്നും അല്ല അത്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഇവരുടെ ഒരു ഡ്രാമയായിട്ടാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുള്ളത്. പക്ഷെ ഈ ഒരു അസുഖമായിട്ട് കിടക്കുന്നവര് നിങ്ങളുടെ വഴിക്ക് ജീവിക്കട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ അതിനൊരു ഒരു ദാക്ഷിണ്യവും നിങ്ങൾ നൽകുന്നില്ല. അപ്പൊ പിന്നെ ആൾക്കാരെടുത്ത് വിമർശിക്കും, എന്താണിത്? രേണു ഒന്ന് അടങ്ങ്. ഇപ്പൊ അനുമോളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് അടങ്ങ്. ഡോക്ടർമാർ പറയുന്ന പോലെ ഒന്ന് അടങ്ങ്. അല്ലാതെ എന്തിനാ ഇത്? ഇപ്പൊ നിങ്ങൾ സ്റ്റോറി ഇട്ടതിന്റെ അകത്തും നിങ്ങൾ ചെയ്തത് എന്താണ്? നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതെടുത്ത് സ്റ്റോറി ഇടുക, അവരെ തെറി വിളിക്കുക. ഇതിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ അവിടെ കിടക്ക്, നിങ്ങൾ അടങ്ങി ഒതുങ്ങി കിടക്ക്. നിങ്ങളുടെ രോഗം മാറാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ സഹോദരി നിങ്ങൾക്ക് വേണ്ടി ജോലി കളഞ്ഞിട്ട് നിങ്ങളെ ശുശ്രൂഷിക്കാൻ അവിടെ കിടക്കുകയാണ്. എന്തിനാ നിങ്ങൾ നിങ്ങളുടെ രോഗം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? മനസ്സിന് സുഖം കൊടുക്ക്, സമാധാനം കൊടുക്ക്. എന്തുവാ ഇത്? ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഇതിലാണ് പുള്ളിക്കാരി ഓരോ വീഡിയോ ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഇൻസ്റ്റാഗ്രാം തുറക്കാനേ പോട്ടെ, ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കുക. ഡോക്ടേഴ്സ് ഒക്കെ വഴക്ക് പറയുന്നുണ്ട് പുള്ളിക്കാരി ഇതുപോലെ ഫോൺ യൂസ് ചെയ്യുന്നതിനെ പറ്റി, പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണുന്നതും പിന്നെ പ്രതികരിക്കുന്നതൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് നിർത്തി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കാന്നൊക്കെ പറയുന്നുണ്ട്. എന്നോട് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരി ഫുഡൊന്നും കഴിക്കുന്നില്ല. ഫുഡ് വെയിറ്റ് ഇപ്പൊ 34 ഉള്ളൂ. അപ്പൊ ഒരാൾ ഇപ്പൊ ഇത്രയും മരുന്ന് ഉള്ളിലോട്ട് പോകുമ്പോ ഒന്നെങ്കിലും കുറച്ച് ഹെൽത്തി ആയിരിക്കണം, വെയിറ്റിംഗിലും വേണം. ഒട്ടും ഹെൽത്തി അല്ല പുള്ളിക്കാരി. കഴിക്കുന്ന ഫുഡെല്ലാം ഒമിറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഹെൽത്തി ആയിട്ട് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, പഴയതുപോലെ വേണം, പഴയതുപോലെ ഇറങ്ങണ്ടേ, അഭിനയിക്കണ്ടേ, ആകർഷം ചെയ്യേണ്ടേ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കേൾക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പഴയതുപോലെ വരട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥന. ഓക്കെ, ഇവിടെ അനുമോള് പറഞ്ഞ പോലെ തന്നെ പഴയതുപോലെ വരട്ടെ. ഫുഡൊന്നും കഴിക്കുന്നില്ല, ഫുഡ് കഴിക്കുന്നതൊക്കെ വൊമിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നുമുണ്ട്. സത്യത്തിൽ ഈ വെയിറ്റ് കുറവാണ്. കീമോയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ആരോഗ്യം ആവശ്യമാണ്.
അപ്പം അതൊക്കെയാണ് ഇപ്പൊ രേണു ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ കണ്ട കമന്റിനൊക്കെ ഇപ്പോഴും മറുപടി കൊടുത്തോണ്ടിരിക്കുന്നു. ഈ ഫേസ്ബുക്കും യൂട്യൂബും പിന്നെ സബും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കാതെ സമാധാനത്തോടെ ഇരിക്കുക. നിങ്ങൾക്ക് വേണ്ട കാശ് ഓരോരുത്തരും നിങ്ങളെ തന്ന് സഹായിക്കുന്നുണ്ട് ഇല്ലേ? മന്ത്രിമാരൊക്കെ സഹായിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ കരിഷ്മ വരെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങളെ ഓരോരുത്തർ സഹായിക്കുന്നു. എന്തിനാ നന്മമരം സായി വരെ നിങ്ങൾ കേസ് വെച്ച് തന്നു. അങ്ങനെ നിങ്ങൾക്ക് കാശുകൾ ഇഷ്ടംപോലെ കിട്ടുമ്പോൾ അടങ്ങി അവിടെ ഇരിക്കുക, അടങ്ങിയിരിക്കുക. അങ്ങനെ നിങ്ങൾ പൈസയ്ക്ക് അത്ര ബുദ്ധിമുട്ടുകയാണെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് ജനങ്ങളുണ്ട്. അങ്ങനെ നിങ്ങൾ സമാധാനത്തോടു കൂടി ഇരിക്കാൻ നോക്ക്. പിന്നെ ഈ പറയുന്ന രേണു അടുത്തൊരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ പോലെ ക്യാൻസർ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് മെസ്സേജ് മൈ DM എന്ന്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന്റെ അർത്ഥം എന്തുവാ? രേണു മാത്രമേ ഉള്ളൂ ക്യാൻസർ പേഷ്യന്റ്? എത്രയോ ആൾക്കാർ രേണുവിന് മുമ്പും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇനിയും വരികയും ചെയ്യും. അപ്പം ഇതെന്തുവാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം രേണു വേറൊരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയുക, അനുമോൾ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം തന്നെയാണ്. ഈ അൻഷാദിനെ പോലെയുള്ള പിന്നെ കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഈ രേണുവിനെ ഇപ്പോഴും ചേർത്ത് പിടിക്കാത്ത കുറെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കുള്ള ഒരു മറുപടി ആണെന്ന് തോന്നുന്നു. എന്തായാലും അതൊന്ന് വായിക്കാം. എന്റെ വീഴ സമയം ആരൊക്കെ, എന്റെ വീഴ്ച സമയത്തായിരിക്കും കേട്ടോ, എന്റെ വീഴ്ച സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നോ അവരാണ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഉള്ളവർ. അല്ലാത്തവരൊക്കെ എൻ്റെ നല്ല കാലത്ത് മാത്രം ഉള്ളവരായിരുന്നു. ഇവിടെ നിന്നും എണ്ണീറ്റാൽ എൻ്റെ ഒപ്പം ഇപ്പോൾ കൂടെ ഉള്ളവർ മാത്രമായിരിക്കും എന്നും. ഒരുപാട് പ്രോജക്റ്റുകൾ വെയിറ്റിംഗ് ആണ്. എനിക്ക് എഴുന്നേറ്റേ പറ്റൂ. രേണുസുതി തീർന്നു എന്ന് ഒരുത്തരും ഓർക്കണ്ട. ഞാൻ വരും പഴയതിനേക്കാൾ ശക്തമായി എന്നാണ് പുള്ളിക്കാരി എഴുതിയിരിക്കുന്നത്. ശരിയാണ്, നിങ്ങൾ ശക്തമായിട്ട് തന്നെ തിരിച്ചു വരണം. നിങ്ങൾക്ക് ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ വെയിറ്റിംഗ് ആണെന്ന് പറയുന്നു. പിന്നെന്ത് പറയുക, നിങ്ങളെ പിന്നെ ഇപ്പോ കൂടെ ഉള്ളവർ മാത്രമായിരിക്കും കൂടെ ഉണ്ടാകുക, മുമ്പുള്ളവരൊന്നും എൻ്റെ കൂടെ ഇല്ലായിരുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. എന്തായാലും നിങ്ങൾ ശക്തമായിട്ട് തിരിച്ചു വരിക. അല്ലാതെ ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് ഇപ്പോഴും എന്താ പറയുക, ഈ ഒരു വിഷയത്തിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക, സ്വന്തം മകനെന്ന് കാണുന്ന പയ്യനുമായിട്ട് ബഹളം ഉണ്ടാക്കുക, അവൻ അയച്ചു കൊടുത്ത പൈസകളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുക, ചാറ്റുകൾ എടുത്ത് കാണിക്കുക, അവനെ തീർത്ത് കളയാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകൾ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറയുക. ഇതൊന്നും നല്ല കാര്യമൊന്നുമല്ല. സമാധാനത്തോടെ ഇരുന്ന് എന്താ പറയാ, നിങ്ങൾ ദൈവ വിശ്വാസിയാണെങ്കിൽ ബൈബിളും വായിച്ചുകൊണ്ട് ഇരിക്കുക, സമാധാനത്തോടു കൂടി ഇരിക്കുക. വന്നാൽ മാത്രമേ നിങ്ങൾ കഴിക്കുന്ന മരുന്ന് നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കത്തുള്ളൂ. നല്ലപോലെ ആഹാരം കഴിക്കുക. അല്ലാതെ ഇതൊക്കെ എന്ത്? പിന്നെ നിങ്ങളെ ഈ പറഞ്ഞ് വിറ്റ് തിന്നുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്, അല്ലാതെ ഞങ്ങളെ പോലെ ഉള്ളവരല്ല. അതുകൂടെ മനസ്സിലാക്കുക. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റായിട്ട് കമ്പനി അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും